ഇന്ന് എല്ലാ കുടുംബത്തിലും നടക്കുന്നതാണ് അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള കലഹങ്ങൾ. എന്നാൽ ഇതൊന്നും തന്നെ ബാധിക്കില്ലെന്നും തനിക്ക് ഉമ്മയെ പോലെയാണെന്നും പറഞ്ഞുകൊണ്ടൊരു പെൺകുട്ടി. ഇതൊരു കഥയല്ല, നടന്ന സംഭവമാണ്. ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി അനീസ. അവളും നിന്നെപ്പോലെ തന്നെ ഉപ്പ, ഉമ്മ, ആങ്ങളമാർ, കുറേയേറെ സ്വപ്നങ്ങൾ അവൾക്കും ഉണ്ടായിരുന്നു. കലാലയത്തിന്റെ രുചികൾ ആസ്വദിക്കുന്നതിന് മുമ്പ് തന്നെ വാപ്പയുടെ നെഞ്ചിലും തീ പടർന്നുകൊണ്ടിരുന്നു. ആയിടക്കാണ് അവൾക്കൊരു വിവാഹാലോചന വന്നത്. ഫാസിൽ നല്ല പയ്യൻ, ജോലി, നല്ല കുടുംബം, എന്തുകൊണ്ടും യോജിച്ചത്. അങ്ങനെ അനീസയും അവനോടുള്ള വിവാഹത്തിന് സമ്മതം മൂളി. ഇടവിട്ടുള്ള ഫോൺ വിളികളും രാത്രി മുഴുവൻ നീളുന്ന സംഭാഷണങ്ങളും ഫാസിലിലേക്ക് അവളെ അടുപ്പിച്ചുകൊണ്ടിരുന്നു. വളരെ കെങ്കേമായിട്ട് തന്നെ വിവാഹം നടന്നു. കല്യാണത്തിന് ശേഷവും പിന്നെയും മാസങ്ങൾ കുറെ കടന്നുപോയി. അനീസയുടെ കുറേയേറെ സ്വപ്നങ്ങളും നിറവേറ്റാൻ തന്റെ ജോലി കൊണ്ട് കഴിഞ്ഞിരുന്നില്ല. എന്നിട്ടും അനീസ അവളുടെ സ്വപ്നങ്ങളൊന്നും അയാളോട് പറഞ്ഞതുമില്ല. ആയിടക്കാണ് ഫാസിലിന് ദുബായിലോട്ടുള്ള വിസ തേടി വന്നത്. അനീസയോട് ഇത് പറഞ്ഞപ്പോൾ മനസ്സില്ലാ മനസ്സോടെ അവളും സമ്മതം മൂളി. അവനും മനസ്സില്ലാ മനസ്സോടെ ഉമ്മയെയും അവളെയും വിട്ട് മണലാരണ്യത്തിലേക്ക് യാത്രയായി. ദുബായ് വലിയ സിറ്റി, ആഡംബര കാറുകൾ, ആകാശത്തെ ചുംബിച്ചു നിൽക്കുന്ന കെട്ടിടങ്ങൾ, സുന്ദരിയായ പെൺകുട്ടികൾ എല്ലാം ഉണ്ട്. കാണാത്തത് കണ്ടപ്പോൾ പലതും അവന്റെ കണ്ണിനെ കുളിരനുഭവിച്ചു. നല്ല ശമ്പളമുള്ള നല്ല കമ്പനി തന്നെ അവന് ജോലിയും കിട്ടി. കുറേയേറെ സമ്പാദിച്ചു. പെട്ടെന്ന് തന്നെ പണക്കാരനുമായി. മാസം പിന്നെയും കടന്നുപോയി. അയിടക്ക് അവൻ നാട്ടിൽ പോവുകയും ചെയ്തു. നാട്ടിൽ പോയി തിരിച്ചെത്തിയപ്പോഴേക്കും നാട്ടിൽ നിന്നുള്ള ഫോൺ വിളിയും. അനീസ പറഞ്ഞു, ഇക്ക, ഞാൻ ഗർഭിണിയാണ്. സന്തോഷം കൊണ്ട് അവൻ അവിടെ നിന്ന് തുള്ളിച്ചാടുകയാണ് ഉണ്ടായത്. അവരുടെ ഇടയിലോട്ടുള്ള അതിവരം തോറും ഫാസിൽ തന്നോടുള്ള സ്നേഹം കുറഞ്ഞത് പോലെ അനീസക്ക് തോന്നി. താനൊരു ആൺകുഞ്ഞ് ജന്മം നൽകിയെന്ന് അയാളോട് പറഞ്ഞപ്പോൾ ആദ്യത്തെ പോലെ സന്തോഷമുണ്ടായിരുന്നില്ല. ഫോൺ വിളികൾ കുറഞ്ഞു. വിളിക്കുമ്പോഴെല്ലാം അവളോട് വഴക്കും. കാര്യമെന്തെന്നറിയാതെ അവളും പകച്ചു നിന്നു. അങ്ങനെ വർഷം 2 കഴിഞ്ഞു. ഈ 2 വർഷം ഫാസിൽ നാട്ടിൽ വന്നതുമില്ല, അവൾക്കധികം വിളിച്ചതുമില്ല. ആയിടക്കാണ് ഫാസിലിനെ കുറിച്ച് മോശമായ സംസാരങ്ങൾ നാട്ടിൽ തുടങ്ങിയത്. ഫാസിലിനെ കാണാതെയുള്ള ജീവിതം അവളെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു. ഒടുവിൽ അവളും വാശി പിടിച്ച് ഫാസിലിനെ കാണാൻ 3 മാസത്തെ വിസിറ്റിംഗ് ദുബായിലോട്ട് യാത്ര തിരിച്ചു. കുഞ്ഞിനെയും ഉമ്മാനെയും തനിച്ചാക്കിക്കൊണ്ട്. ദുബായിലെത്തി ഫാസിലിനെ കണ്ടപ്പോൾ അവൾ ഞെട്ടിപ്പോയി. അവൻ ആകെ മാറിയിരിക്കുന്നു. വിശേഷങ്ങളും തിരക്കാതെ അനീസയും കൂട്ടി അവൻ തന്റെ റൂമിലോട്ട് യാത്ര തിരിച്ചു. അവളെ ലോക്ക് ചെയ്തുകൊണ്ട് അവൻ പുറത്തോട്ട് പോവുകയും ചെയ്തു. ക്ഷീണമെന്നോണം അവളും റൂമിലെ ഫ്രിഡ്ജെല്ലാം തുറന്ന് വെള്ളം കുടിക്കാൻ നേരം. അതിൽ നിറയെ മദ്യക്കുപ്പികളായിരുന്നു. നേരം ഇരുട്ടി തുടങ്ങി. കഥയിൽ ആരോ മുട്ടുന്നു. അതിൽ തുറന്നു കൊടുത്തപ്പോൾ ഫാസിൽ മൂക്കറ്റം കുടിച്ച് ഫാസിലും കൂടെ കുറേയേറെ പെണ്ണുങ്ങളും കൂടെ അവന്റെ സുഹൃത്ത്. അനീസയെ നോക്കി അവന്റെ സുഹൃത്ത് പറഞ്ഞു, എടാ അളിയ, എവിടുന്ന് ഒപ്പിച്ചടാ ഈ സെറ്റപ്പ്? ഫാസിൽ പറഞ്ഞു, അത് നാട്ടിലെ സെറ്റപ്പാടാ. ഇതെല്ലാം കണ്ട് അന്ന് വിട്ട് അന്താളിച്ചു പോയി. 3 മാസം വെറും 15 ദിവസമാക്കി നാട്ടിലേക്ക് അവൾ യാത്ര തിരിച്ചു. കുടിച്ചു കിടക്കുന്ന അവന്റെ നെറ്റിയിൽ മുട്ടുകൊണ്ടാണ് അവനോട് അവൾ യാത്ര പറഞ്ഞത്. നാട്ടിലെത്തിയപ്പോഴേക്കും ആളുകളുടെ സംസാര വിഷയം, എന്തേ അവൾ പെട്ടെന്ന് പോന്നത്? അവൾക്ക് അവനെ പിടിച്ചില്ലേ എന്നെല്ലാമായി. പേടും ആംഗ്ലമാടും തന്റെ കാര്യങ്ങളെല്ലാം അവൾ തുറന്നു പറഞ്ഞു. ഇതെല്ലാം കേട്ടപ്പോൾ അവരും തകർന്നിരുന്നു. കാണാൻ സുന്ദരിയായതുകൊണ്ട് തന്നെ അടുത്ത വിവാഹം റെഡിയായി. വിവാഹത്തിന്റെ കാര്യം അറിയാൻ ഉപ്പ അവളെ സമീപിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഇനിയും എന്നെ കെട്ടിക്കണോ? ഇനിയും ഇതുപോലെ ഉണ്ടായാൽ? പക്ഷെ ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല. എന്നെ മോളെ പോലെ സ്നേഹിക്കുന്ന, ഞാൻ ഉമ്മയെ പോലെ സ്നേഹിക്കുന്ന ഒരു ഉമ്മയുണ്ട് ഈ വീട്ടിൽ. അവരെ വിട്ട് ഞാൻ എങ്ങോട്ടുമില്ല. ഇത് പടച്ചവൻ വിധിച്ചതാണ്. ഇതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. തിരിച്ചു മറുപടി ഒന്നും പറയാനാകാതെ നിറകണ്ണുകളോടെ ആ പിതാവ് കാണാമറയത്തോട്ട് നടന്നു വന്നു. സാക്ഷിയായി അനീസയും. ഇന്നത്തെ നമ്മുടെ യുവാക്കൾക്കിടയിൽ കാണുന്ന ഒരു തരം അനീതിയാണ്. ദുബായിൽ പോയി നല്ല ജോലി, നല്ല ശമ്പളം എല്ലാം കിട്ടി തുടങ്ങിയവർ നാട്ടിലുള്ളവരെല്ലാം മറന്ന് അവിടുത്തെ പെണ്ണുങ്ങളുടെ കൂടെയും മദ്യത്തിന്റെ കൂടെയും മയക്കുമരുന്നിന്റെ കൂടെയും അഡിക്റ്റായി ജീവിക്കുന്നവർ. ഒന്നോർത്തെന്നു നിങ്ങളെല്ലാം ഓർത്ത് കുറെ കുടുംബങ്ങൾ നാട്ടിലുണ്ട്. നിങ്ങൾക്കും വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ. ഒരുപക്ഷെ നാളെ ഞാനും നിങ്ങളും മണ്ണോട് ചേരുന്നതിന് മുമ്പ് വല്ല നന്മയും ചെയ്തിട്ട് പോയാൽ പോരെ. എന്തിനാ മറ്റുള്ളവരുടെ എല്ലാം കണ്ണീര് കണ്ടിട്ട് മണ്ണിറങ്ങിലോട്ട് പോകുന്നത്? സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാബി.